ശശി ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഇതുവരെ ലീവ് ഒന്നും എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനൊരു അവസരം ഉണ്ടായപ്പോ അത് നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ? രവിവർമ്മയുടെ എസ്കേപ്പിനെ കുറിച്ചുള്ള വാർത്തകളോ കിംവദന്തികളോ ഒക്കെ എഴുതി ഉണ്ടാക്കാൻ ഞാൻ ശശിയാണ് കണ്ടത്. തനിക്കാവുമ്പോ ആ സബ്ജക്റ്റിനെ കുറിച്ച് ടച്ചും ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കി തനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ്, മറക്കണ്ട. ഒരാഴ്ചത്തെ ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നേരേക്ക് പോന്നേക്കണം. എക്സ്റ്റൻഷൻ ഒന്നും ചോദിച്ചു വരരുത്. അതുവരെ രവിവർമ്മയെ പോലീസ് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരുമെന്ന് എന്റെ പേടി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളായിരിക്കും ആദ്യം ജയിലിൽ പോകുന്നത്. സുമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇനിയെങ്കിലും പോലീസിൽ അറിയിക്കാം. അവര് കൊണ്ടുപോയി ചികിത്സിച്ചോളും. ശരിയാണ്, അവര് ചികിത്സിച്ച് രക്ഷപ്പെടുത്തും. എന്നിട്ട് എന്തിനാ തൂക്കിക്കൊല്ലാൻ? നിനക്കെന്താ ഇയാള് രക്ഷപ്പെടുന്ന ഇത്ര വാശി? എനിക്കറിയാം, നീ ആ വിൽപത്രം കണ്ട് വീണുപോയി കാണും. എനിക്ക് അയാളുടെ പണം സ്വത്തൊന്നും വേണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും ഇയാളെ രക്ഷപ്പെടുത്താൻ ഞാൻ കൂട്ടി നിൽക്കില്ല. ഹി ഡിസേർവ്സ് ഡെത്ത്. ഒരു പക്ഷേ രവി നിരപരാധിയാണെങ്കിലോ? അതോർത്ത് ജീവിതം മുഴുവൻ നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ലേ ചേച്ചി? നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ല ശശി. രവിയുടെയും മേഴ്സിയുടെയും കഥകളെല്ലാം അറിയാവുന്ന ഞാൻ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? രവിക്ക് ബോധം തെളിഞ്ഞെന്ന് തോന്നുന്നു. രവി, എന്താ രവി? രവി, രവി, സുമേ, ഇതെവിടെ? ആശുപത്രിയാണോ? അല്ല, എന്റെ വീടാണ്. ഞാൻ ഇവിടാണോ? എന്തെങ്കിലും മുദ്രക്കടലാസ് ഉണ്ടായിരുന്നല്ലോ. കിട്ടി, ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ കൈയും കാലും ആകെ വേദനിക്കുന്നു. ഈ കെട്ടൊന്ന് അഴിച്ചു വിടാമോ? ഇല്ല. ഇത് അഴിച്ചാലും എനിക്ക് അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. വെളുപ്പാങ്കാലത്ത് പോലീസിനെ ഭയം ഓടി കയറിയതാ. ഞാൻ നിങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. അഴിക്കട്ടെ ശശി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ ഒന്ന് അഴിച്ചുവിടൂ. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. പ്ലീസ്, എന്നെ ഒന്ന് അഴിച്ചുവിടൂ സുമേ. പ്ലീസ്, എന്നെ ഒന്ന് അഴിച്ചുവിടൂ സുമേ. സുമേ, എന്തെങ്കിലും ചടക്കി കുത്തിവെച്ച് ഇയാൾ ഉറക്ക്, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്ക്. എനിക്കൊന്ന് ഉറങ്ങണം. എന്നെ ഉറക്കരുത്, ഞാൻ പോയിക്കോളാം. പ്ലീസ് സുമേ, എന്നെ ഉറക്കരുത്. പ്ലീസ്, എനിക്ക് പോണം. എന്നെ ഉറക്കരുത്, ഞാൻ പോയിക്കോളാം. പ്ലീസ്, ഉറക്കരുത്. പ്ലീസ്, എന്നെ ഉറക്കരുത് സുമേ. പ്ലീസ് സുമേ, വേണ്ട സുമേ. പ്ലീസ്, പ്ലീസ്, ഉറക്കരുത്. പ്ലീസ്.
സുമേ ഗുഡ് മോർണിംഗ്. വിശക്കുന്നുണ്ടോ? ഇല്ല. ആ മുദ്രക്കടലാസ് ഇവിടെ. എന്താ എത്ര പേടി? ഞാനിതെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ദാ, എനിക്കിത്തിരി പേപ്പർ ഒരു പോസ്റ്റ് വിവരം തരൂ. ആ പേരും പറഞ്ഞ് കെട്ടേച്ചു വിടുന്നൊന്നും കരുതണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഈ കെട്ടൊന്ന് അയച്ചു വിടാം. ഒരു കത്ത് എഴുതാൻ. മേൽവിലാസം വിവരം പറഞ്ഞു കൊടുത്താ ഇവിടെ എഴുതി തരും. ഒന്ന് എഴുതി കൊടുക്ക ചേച്ചി. എന്റെ കൈയൊക്കെ വൃത്തിയേടാ. കവറി മേശയിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഈ കത്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോലീസ് വിവരം അറിയിക്കും. അഡ്രസ് പറയൂ. മിസ് ശശികല വർഗീസ്, ചെറുപുഴയിൽ ഹൗസ്, മാന്നാർ PO, വയാ തിരുവല്ല. പ്രിയപ്പെട്ട അനുജത്തിക്ക് ഈ കത്ത് പകുതിക്ക് വെച്ച് കീറിക്കളയാതെ മുഴുവനും വായിക്കണം. എന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെയും ജോയ്മോന്റെയും പേർക്ക് എഴുതി വെച്ചിട്ടുള്ള ഇഷ്ടദാനാധാരവും ഇതിനോടൊപ്പം ഉണ്ട്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങളൊക്കെയുള്ളൂ. ഒരിക്കലും നിങ്ങൾ ആരെയും ഞാൻ നേരിൽ കണ്ടിട്ടില്ല. എന്നാലും എല്ലാരെ കുറിച്ചും മേഴ്സി എന്നോട് എന്നും പറയുമായിരുന്നു. സത്യം എന്തെങ്കിലും പുറത്തു വരും. അന്നൊരു പക്ഷെ ഞാനുണ്ടായെന്ന് വരില്ല. നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നറിയാമെങ്കിലും ഞാൻ എഴുതട്ടെ. എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും. നിങ്ങളുടെ ചേച്ചിയെ, എന്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത്. അവൾ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സിയായിരുന്നു. എനിക്ക് അവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ പറയില്ല. എല്ലാം പച്ചക്കള്ളമാണ്. എന്റെ നിങ്ങളങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നും കരുതണ്ട.